ഇന്നത്തെ അറിയിപ്പുകൾ. ടൂറിസ്റ്റ് ബസ്സുകളെ വെല്ലുന്ന ന്യൂജൻ ബസ്സുകളുമായി KSRTC. സ്ലീപ്പറും മിനി ബസ്സുകളും ഉൾപ്പെടെ പുതിയ 100 ബസ്സുകളാണ് KSRTC നിരത്തിലിറക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക്, പ്രീമിയം സീറ്റർ, സ്ലീപ്പർ കം സ്ലീപ്പർ എന്നിങ്ങനെ വിവിധ സെഗ്മെന്റുകളായി നിരവധി പുതിയ ബസ്സുകളാണ് KSRTCയിൽ എത്തിയിരിക്കുന്നത്. ടാറ്റ, അശോക് ലൈലാൻഡ് എന്നിവയുടെ ബസ്സുകളാണിത്. അന്തർ സംസ്ഥാന പാതകളിൽ സർവീസ് നടത്തുന്നതിനായി വോൾവോയുടെ ആഡംബര ബസ് കൂടി എത്തുന്നുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീർഘദൂര സീറ്റർ ബസ്സുകളിൽ ഇന്റീരിയർ ഉൾപ്പെടെ ആഡംബര ഒട്ടും ചോരാതെയാണ് ഒരുക്കിയിരിക്കുന്നത്. പുഷ്പാക്ക് സംവിധാനത്തിനൊപ്പം ഇരട്ട നിറത്തിലുള്ള ലെതർ സീറ്റുകളുമുണ്ട്. ഓരോ സീറ്റിലും ചാർജർ, ഹെഡ്സെറ്റ്, ഫുഡ് റെസ്റ്റ് എന്നിവയും നൽകുന്നുണ്ട്. ആംബിയന്റ് ലൈറ്റിംഗ്, TV, CCTV ക്യാമറ ഫീച്ചറുകളുമുണ്ട്. പുതുതായി എത്തുന്ന ബസ്സുകൾ 22 മുതൽ 24 വരെ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി വിമാന കമ്പനികൾ. മധ്യവേനലവധിക്ക് ശേഷം അടുത്ത മാസം ഗൾഫിലെ സ്കൂളുകൾ തുറക്കുന്നത് അവസരമാക്കിയാണ് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയത്. ഈ മാസം ഗൾഫ് മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റിന് 3 ഇരട്ടിയോളം തുക നൽകണം. ആഗസ്റ്റ് അവസാനം തീയതികളിലാണ് ഏറ്റവും കൂടിയ നിരക്ക്. പുറപ്പെടുന്ന സമയം, നോൺ സ്റ്റോപ്പ് സർവീസ് എന്നിവ അനുസരിച്ച് തുക ഉയരും. കേരളത്തിൽ നിന്ന് 4 അംഗ കുടുംബത്തിന് ദുബായിലെത്താൻ 1.60 ലക്ഷം രൂപ വേണം. 40,000 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. സാധാരണ ഇത് 10,000 രൂപയാണ്. വിവിധ മേഖലകളിലേക്ക് 6,000 രൂപ മുതൽ 16,000 രൂപ വരെ ടിക്കറ്റ് നിരക്ക് ഉണ്ടായിരുന്നിടത്താണ് ടിക്കറ്റ് നിരക്ക് ഈ വിധത്തിൽ കൂടിയത്. എക്കോണമി ടിക്കറ്റ് പോലും സാധാരണക്കാർക്ക് താങ്ങാനാവില്ല. ഖത്തർ എയർവേസിൽ അബുദാബിയിലേക്ക് ഒരാൾക്ക് 55,000 മുതൽ 70,000 രൂപ വരെയാണ് നിരക്ക്. 10,000 മുതൽ 15,000 രൂപയ്ക്ക് ടിക്കറ്റ് ലഭിക്കാറുള്ളിടത്താണിത്. സെപ്റ്റംബർ 15 ശേഷം നിരക്ക് കുത്തനെ കുറയുമെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എയർപോർട്ടുകളിൽ പരിശോധന വർദ്ധിപ്പിച്ചു. ഓഗസ്റ്റ് 20 വരെ അധിക പരിശോധന തുടരും. കൊച്ചി വിമാനത്താവളത്തിൽ പരിശോധന ശക്തമാക്കി. പതിവ് പരിശോധനയേക്കാൾ കൂടുതൽ നടപടികളുള്ളതിനാൽ യാത്രക്കാർ നേരത്തെ വിമാനത്താവളത്തിൽ എത്തണമെന്ന് അധികൃതർ അറിയിച്ചു. യാത്രക്കാരെയും ബാഗേജുകളും വിശദമായി പരിശോധിക്കേണ്ട ഭാഗമായാണിത്. സാധാരണ സുരക്ഷാ പരിശോധനകൾക്ക് പുറമെ വിമാനത്തിൽ കയറുന്നതിന് തൊട്ടുമുമ്പ് ലാഡർ പോയിന്റിൽ യാത്രക്കാരെ വീണ്ടും പരിശോധിക്കുന്നുണ്ട്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധന കൂടുതൽ കർശനമാക്കിയത്. ഓഗസ്റ്റ് 20 വരെ ആഭ്യന്തര, അന്താരാഷ്ട്ര ടെർമിനലുകളിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. 79 സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായ വിപുലമായ ആഘോഷ പരിപാടികളാണ് എറണാകുളം ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ G. പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓണം സ്പെഷ്യൽ സർവീസുകളിൽ KSRTC ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 29 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് പ്രത്യേക സർവീസുകൾ. വിവിധ നഗരങ്ങളിൽ നിന്നും ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ www.onlinekrsrtcswift.com എന്ന വെബ്സൈറ്റിലും ENTE KSRTC നിയോ OPRS എന്ന മൊബൈൽ ആപ്പ് വഴിയും സീറ്റ് ബുക്ക് ചെയ്യാം. സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം, സ്നേഹസ്പർശം പദ്ധതികൾക്ക് ഭരണാനുമതി കിട്ടിയതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അറിയിച്ചു. സമാശ്വാസം പദ്ധതിക്കായി 6 കോടി രൂപയുടെ, സ്നേഹസ്പർശം പദ്ധതിക്കായി 1.5 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്.